പ്രിയങ്കരായ തങ്ങൾ, ബഹുമാനായ പ്രതിപക്ഷ വേദിയിലുള്ള എല്ലാ വിശിഷ്ടാതിഥികളും വീണ്ടും അഭിസംബോധന കൊണ്ട് അരോചകത ഉണ്ടാക്കുന്നില്ല. ഇവിടെ ഉദ്ഘാടന പ്രസംഗവും കഴിഞ്ഞു. ഈ പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ പുസ്തകം കഴിഞ്ഞു. ഖാദർ സാഹിബ് പുസ്തകത്തിൽ അസംബ്ലിയിൽ ഷാഫി പറമ്പിൽ ചെയ്ത പണി നമ്മുടെ ശ്രേയംസുമാർ പറയായിരുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മുഴുവൻ അടിച്ചു മാറ്റി രണ്ടാളും എല്ലാ കാര്യങ്ങളും അതും പോയി. ഓരോ പോയിന്റ് പറയുമ്പോഴും അതേ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അത് പറയാം, അതും പോയി. പുസ്തകം വായിച്ച രണ്ടാളുകളും ഇവിടെ ഒരാൾ പ്രസംഗിച്ചു, ബഹുമാനപ്പെട്ട തങ്ങളാണ് എന്നുണ്ടെങ്കിൽ കെ ഖാദർ സാഹിബിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തെക്കുറിച്ച് വളരെ മനോഹരമായി തന്നെ ഇവിടെ പറയുകയുണ്ടായി. ഒരാളൊരു പുസ്തകം എഴുതുമ്പോൾ ആ ആളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. കാരണം തൻ്റെ ജീവിതം അത് സാമാന്യ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ്. ഇതായിരുന്നു എൻ്റെ ജീവിതം, ഇസ് മൈ ലൈഫ് എന്ന് പറയാം. അത് വളരെ വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. അദ്ദേഹം അതേ പുസ്തകം എഴുതി, അതിൻ്റെ പബ്ലിക്കേഷൻ ഇന്ന് വെച്ചു. ഇന്ന് ഈ പറഞ്ഞ ഗസ്റ്റുകളൊക്കെ ഇവിടെ വന്നത് അർത്ഥസംഖ്യക്ക് ഇടയില്ലാത്ത പറയാം, അദ്ദേഹത്തിൻ്റെ ജീവിതം സമൂഹത്തിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ. ആ കാരണം അദ്ദേഹത്തെ മാനിച്ചുകൊണ്ടാണ് വന്നത്. അതിൽ അദ്ദേഹത്തിന് അങ്ങേയറ്റം സംതൃപ്തി അണയാം. നമുക്കൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, കെ ഖാദർ സാഹിബിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് അതാത് കാലഘട്ടങ്ങളിൽ ഉള്ള വിഷയങ്ങളെ സംബന്ധിച്ച് സമൂഹം ആവശ്യപ്പെടുന്ന ഒരു പ്രസംഗം. ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാം, സമൂഹം ആവശ്യപ്പെടുന്ന ഒരു പ്രസംഗം വളരെ ഗഹനമായ തൻ്റെ അറിവ് വെച്ച് സരസമായി അവതരിപ്പിക്കും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മതേതര കാഴ്ചപ്പാടുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് ടെസ്റ്റ് ചെയ്യപ്പെട്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ സംഭവത്തിന് ശേഷമുള്ള കാലം, അന്നൊക്കെ കെ ഖാദർ സാഹിബാണ് സിറ്റുവേഷൻ സേവ് ചെയ്തത് എന്ന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നല്ല നല്ല വാഗ്മികൾ, സമതാരി അതുപോലെയുള്ള നല്ല നല്ല വാഗ്മികൾ എവിടെ കൊണ്ടേ നിർത്തിയാലും പേടിക്കണ്ട, ആ സദസ്സ് ഖാദർ കയ്യിലെടുത്തോളും, യാതൊരു സംശയമില്ല. ഞങ്ങൾക്കൊക്കെ തിരക്കിട്ട് എവിടെയും പോകാനുണ്ടെങ്കിൽ ഖാദർ ഉണ്ടോ എന്നാണ് ഞാൻ ആദ്യം നോക്കുക. എന്നാൽ പിന്നെ വേഗം മുങ്ങ, ഒരു പ്രശ്നം അവിടെ വരില്ല. ഏത് പൊതുയോഗത്തിലായാലും അത്ര സരസമായി ഇവിടെ പ്രതിപക്ഷ നേതാവും തങ്ങളും പറഞ്ഞതുപോലെ നർമ്മബോധത്തോട് എത്ര മണിക്കൂറാണ് പോയത് എന്നറിയില്ല. എത്ര മണിക്കൂറും നിന്ന് പ്രസംഗിച്ചോളൂ. സമയം കുറഞ്ഞു പോയാലേ ബുദ്ധിമുട്ടുള്ളൂ. ഇതൊക്കെ വലിയ സേവനമാണ്. കാരണം സമൂഹത്തെ അറിവ് പകർന്നു കൊടുത്തുകൊണ്ട് അതാത് കാലഘട്ടങ്ങളിലുള്ള വെല്ലുവിളികൾ നമ്മുടെ പോലെയുള്ള ഒരു സമൂഹത്തിൽ അത് സൗഹൃദം നിലനിർത്തിക്കൊണ്ട് പോകാനൊക്കെ പ്രസംഗം വളരെ ഇമ്പോർട്ടൻ്റാണ്. പ്രസംഗിച്ചിട്ട് തന്നെയാണ് വലിയ രാഷ്ട്രത്തലവന്മാരൊക്കെ സമൂഹത്തെ കൂടെ കൊണ്ടുപോയത്. ഏകാധിപതികളും ഉണ്ടായതും അങ്ങനെ തന്നെയാണ്, ഹിറ്റ്ലറും ഉണ്ടായതും അങ്ങനെ തന്നെയാണ്. പ്രസംഗിച്ച് ആളുകളെ കയ്യിലെടുത്ത് അവിടെ കൊണ്ടുപോയി. ഷേക്സ്പിയർ പറഞ്ഞ പ്രസംഗമൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെ പ്രസംഗിച്ച് സമൂഹത്തെ സമുദ്ധരിക്കുകയും വലിയ സേവനം ചെയ്യുകയും ചെയ്ത ഒരു ആള് എൻ്റെ വ്യാകരണമില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ അവിടെ പോകേണ്ടത് തന്നെയാണ് തോന്നിയത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇന്ന് എല്ലാം മാറ്റിവെച്ച് ഇതിനെ ബഹുമാനിച്ച് ഇവിടെ വന്ന് ഇരിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഖാദർ സാഹിബിന് ഇനിയും ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറയാണ്. ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങളാണ് ഇവിടെ ഇരിക്കുന്നതിൽ അധികവും. ഞാനുണ്ട്. എന്നെപ്പറ്റി എന്താ പറഞ്ഞത് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചോദിച്ചു ഖാദർ സാഹിബിനോട്. വളരെ നല്ലതാണ്, ഇത്ര നന്നായി വേറെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഭാഗ്യം, കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, നിങ്ങൾ വേറെ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ശരി, പ്രതിപക്ഷ നേതാവ് നന്നായി ഇവിടെ പറഞ്ഞു. കാരണം അദ്ദേഹം നന്നായി വായിക്കുകയും ചെയ്യും, അസൽ നിരൂപകനുമാണ് എന്നുള്ളത് ഇപ്പോൾ തെളിയിച്ചു. പക്ഷെ ഞാൻ വായിച്ചിട്ടില്ല, അതുകൊണ്ട് വായിച്ചൊരു ശേഷം അഭിപ്രായം പറയാം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഏതായാലും ശരി, ഖാദർ സാഹിബിന് വളരെ നിർവൃതി കൊടുക്കുന്ന ഈ സന്ദർഭത്തിൽ
വന്ന് ഇരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. നന്ദി.